السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പരലോക വിശ്വാസം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ അന്ത്യനാൾ സംഭവിക്കുന്നതിന്റെ മുന്നോടിയായി നടക്കേണ്ടുന്ന ചെറുതും വലുതുമായ അടയാളങ്ങളാണ് വിശദീകരിക്കപ്പെട്ടത്. ഈ മഹത്തായ മഹാസംഭവം പരിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടപ്പോൾ ഖിയാമത്ത്, അതല്ലെങ്കിൽ അന്ത്യനാൾ, ആ അന്ത്യനാളിന്റെ മഹത്വവും അതുപോലെ തന്നെ അതിന്റെ ഭീകരതയുമൊക്കെ കൃത്യമായി മനസ്സിലാക്കുവാൻ ഉതകുന്ന നിലക്ക് തന്നെ വിവിധ നാമങ്ങളിലാണ് അന്ത്യനാൾ അറിയപ്പെട്ടിട്ടുള്ളത്. അന്ത്യനാളിന്റെ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ ധാരാളം പേരുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോ പേരുകളും ആ പേരിന്റെ അർത്ഥം എന്താണെന്നും അങ്ങനെ ഒരു പേര് ഖിയാമത്ത് നാളിന്, അതല്ലെങ്കിൽ അന്ത്യനാളിന് എങ്ങനെ സംഭവിച്ചു എന്നതിലേക്കുമുള്ള ഒരു ചെറു വിവരണമാണ് ഇന്നത്തെ എന്റെ അവസരത്തിലൂടെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിലായി ഈ മഹാദിനത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരണങ്ങൾ നടത്തിയിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലൂടെ, പല പേരുകളിലൂടെ ഈ അന്ത്യനാളിനെ അല്ലാഹു നമുക്ക് അറിയിച്ചു തന്നിരിക്കുകയാണ്. വിവിധ പേരുകളിലൂടെ അതിൽപ്പെട്ട പ്രസിദ്ധമായ ചില പേരുകളാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏറെ പ്രസിദ്ധമായതും നമുക്കെല്ലാവർക്കും സുപരിചിതവുമായ പേരാണ് യൗമുൽ ഖിയാമ. എന്താണ് യൗമുൽ ഖിയാമ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ 70-ൽ പരം സ്ഥലങ്ങളിൽ യൗമുൽ ഖിയാമ, യൗമുൽ ഖിയാമ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചിരിക്കുകയാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലയജ്മഅന്നകും ഇലാ യൗമിൽ ഖിയാമത്തി ലാ റൈബ ഫീഹ്. അല്ലാഹു അവനൊഴികെ ഒരു ആരാധ്യനില്ല, ഖിയാമത്ത് നാളിലേക്ക് അവൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും, അതിൽ ഒരു സന്ദേഹവുമില്ല, സംശയവുമില്ല. അതുപോലെ തന്നെ ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറൂ അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ, സ്വന്തത്തെ തന്നെയും കുടുംബങ്ങളെയും ഒക്കെ നഷ്ടപ്പെടുത്തിയവരാണ്
ഖിയാമത്ത് നാളിലെ ഏറ്റവും വലിയ നഷ്ടകാരികൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഖിയാമത്ത് എന്ന പദം നമുക്കൊക്കെ സുപരിചിതമായ ഒരു പദമാണ്. ഖാമ യഖൂമു എന്ന ആ പ്രത്യേകമായ ഉപയോഗം. ഖാമ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിന്നു, നിന്നു എന്നാണ് ഖാമ എന്നതിന്റെ അർത്ഥം. അതിന്റെ മസ്ദറായി പ്രയോഗിക്കുന്ന പദമാണ് ഖിയാമത്ത്, നൃത്തം, എഴുന്നേറ്റ് നിൽക്കൽ. ഇതൊക്കെയാണ് അൽ ഖിയാമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ജനകോടികൾ ഒന്നടങ്കം ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകം നശിക്കുന്ന ദിവസത്തിൽ, അഥവാ അവസാനം മരിച്ചു വീഴുന്ന വ്യക്തി ആരോ ആ ആളുകളെല്ലാവരും അള്ളാഹുവിന്റെ കോടതിയിൽ പോയി നിൽക്കേണ്ടുന്ന അതിഭീകരമായ വിശാലമായ നീണ്ട ഒരു നൃത്തമുണ്ട്. ആ നിൽക്കൽ, എഴുന്നേറ്റ് നിൽക്കൽ, അതാണ് ഖിയാമത്ത് എന്ന പേരെ സൂചിപ്പിക്കുന്നത്. യൗമ യഖൂമുന്നാസു യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനിന്റെ മുമ്പിൽ, സർവലോക രക്ഷിതാവായ അല്ലാഹുവിന്റെ മുമ്പിൽ ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് നിൽക്കുന്ന ദിവസം, അതാണ് ഖിയാമത്ത്. യൗമുൽ ഖിയാമ എന്ന പേരിന്റെ ഉദ്ദേശം ആ എഴുന്നേറ്റ് നിൽക്കുന്ന ദിവസം, അതല്ലെങ്കിൽ ആ നീണ്ട കാല നൃത്തം, ആ നൃത്തത്തെ സൂചിപ്പിക്കുന്ന നാമമാണ് യൗമുൽ ഖിയാമ എന്ന പേരതിന് കിട്ടാൻ. ആ നൃത്തം, നീണ്ട നൃത്തമാണ് അതിന് കാരണമായത്. ഇനി മറ്റൊരു നാമം അൽ യൗമുൽ ആഖിർ എന്നാണ്. യൗമുൽ ആഖിർ എന്ന് പറഞ്ഞാൽ അവസാന ദിവസം എന്നാണ്, അവസാന നാൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് മന്നാമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി എന്നിങ്ങനെ പറഞ്ഞു കാണാം. ചില സന്ദർഭങ്ങളിൽ ആഖിറത്ത്, അതല്ലെങ്കിൽ ദാറുൽ ആഖിറ എന്നൊക്കെ ഖുർആൻ ഇതിനെ സംബന്ധിച്ച് പറയാറുണ്ട്. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ. അങ്ങനെ തിൽക ദാറുൽ ആഖിറതു നജഅലുഹാ എന്നൊക്കെ ഖുർആൻ പറഞ്ഞു കാണുന്നു. അവസാനത്തെ ദിവസം എന്നതാണ് ആ പേരിന്റെ അർത്ഥം. അവസാന ദിവസം എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ ശേഷം പിന്നെ ഇനി ദുനിയാവിൽ ഒരു ദിവസം ഇനിയില്ല. അപ്പൊ ഈ ദുനിയാവിലെ ഒടുവുനാൾ, അവസാനത്തെ ദിവസം, ആ അർത്ഥപ്രകാരം യൗമുൽ ആഖിർ, അൽ യൗമുൽ ആഖിർ എന്ന പേരും ഈ അന്ത്യനാളിനെ പരിശുദ്ധ ഖുർആൻ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. മൂന്നാമതായി അല്ലാഹു പ്രയോഗിച്ച മറ്റൊരു നാമമാണ് അസ്സാഅ. അസ്സാഅത്തു എന്ന് ഖുർആനിൽ പ്രയോഗിച്ച് കാണാം. വഇന്ന അസ്സാഅത ലആതിയതുൻ ഫസ്ഫഹി الصفحൽ ജമീൽ ഇന്ന അസ്സാഅത ആതിയതുൻ അകാദു ഉഖ്ഫീഹാ യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത അസ്സാഅതി ശൈഉൻ അളീം. സാഅത്ത് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, സമയം എന്നതാണ് അർത്ഥം. അസ്സാഅത്തു എന്ന് പ്രയോഗിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പ്രയോഗിക്കാറുള്ളത് ഒരു മണിക്കൂർ. ഒരു ദിവസത്തെ 24 ഭാഗമാക്കിയാൽ ആ 24 മണിക്കൂറിൽ നിന്നുള്ള ഒരു മണിക്കൂറിനൊരു പാർട്ടിനാണ് നമ്മൾ സാഅത്തുൻ എന്ന് പറയാറുള്ളത്. വാസ്തവത്തിൽ ഇവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിപ്പോൾ നിലകൊള്ളുന്ന ഈ സമയം എത്രയും പെട്ടെന്നവൻ മറ്റൊരു ലോകത്തേക്ക് പോകാനെടുത്ത സമയമാണ് എന്ന അർത്ഥത്തിൽ എത്രയും വേഗം നമ്മുടെ മുമ്പിൽ നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം പോലെ, മണിക്കൂർ പോലെ വളരെ പെട്ടെന്ന് നമ്മിലേക്ക് കടന്നു വരാനുള്ള യാഥാർത്ഥ്യമാണ് അന്ത്യനാൾ എന്നതിലേക്കുള്ള സൂചനയായിക്കൊണ്ട് ഈ പേര് വന്നതാണ് എന്ന് പല പണ്ഡിതന്മാരും അസ്സാഅത്ത് എന്ന് അന്ത്യനാളിനെ സംബന്ധിച്ച് പ്രയോഗിച്ചതിന്റെ പശ്ചാത്തലം വിവരിക്കുന്നിടത്ത് വിവരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ചില ആളുകൾ പറയുന്നത് ഇന്നമാ സുമ്മിയത് ബിസ്സാഅ, അസ്സാഅത്ത് എന്ന അന്ത്യനാളിന് പേര് വെക്കപ്പെടാൻ കാരണം ലിഅന്നഹാ തഅതി ബഗ്തതൻ ഫീ സാഅത്തിൻ, ഒരു നിമിഷം, ഒരു സമയത്ത് അത് പെട്ടെന്നായിരിക്കും സംഭവിക്കുക എന്നുള്ളത് കൊണ്ടായിരിക്കാം എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ പേരുകളൊക്കെ പ്രിയപ്പെട്ടവരെ, അന്ത്യനാളിനെ സംബന്ധിച്ചുള്ള വൈവിധ്യമാർന്ന പേരുകൾ നമ്മുടെ മനസ്സിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അല്ലാഹു ഈ ദിവസത്തിന് ഒരു പേരല്ല പറഞ്ഞത്, ധാരാളം പേരുകളാണ് ഈ അന്ത്യനാളിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു കാണുന്നത്. ഓരോ പേരുകളും അന്നത്തെ ദിവസം നടക്കാനിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന നാമങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ ശ്രോതാക്കളോട് പറയാനുള്ളത്, ഈ നാമങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം.
അന്ത്യനാളിനെപ്പറ്റി ഖുർആനിൽ വന്നിട്ടുള്ള പേരുകളാണ് ഞാൻ വിശദീകരിക്കുന്നത്. ആ പേരുകളുടെ ഒരു ചെറിയ ആശയവുമാണ് വിവരിക്കുന്നത്. എന്തുകൊണ്ട് ആ പേരല്ല പ്രയോഗിച്ചു എന്നതിനെ സംബന്ധിച്ച് ഈ ആയത്തിന് വിശദീകരിച്ച മുഫസ്സിരീങ്ങൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ നടത്തിയിട്ടുള്ള വിശകലനവുമാണ് തുടർന്നുകൊണ്ട് നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നാലാമത്തെ പേരെന്താണ്? യൗമുൽ ബഅസ് എന്നാണ്. യൗമുൽ ബഅസ്, ബഅസ് എന്ന് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും പ്രയോഗിച്ച് കാണാം. فقال الذين اوتوا العلم والايمان لقد لبثتم في كتاب الله الى يوم البعث فهذا يوم البعث. അതാ നാളെ മഹ്ശറിലെത്തുമ്പോൾ, അതാ റബ്ബിന്റെ കോടതിയിലേക്ക് ആളുകൾ എത്തുമ്പോൾ, ഇതാ പുനരുത്ഥാനത്തിന്റെ നാളാണിത്, ഇതാണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള്. അഥവാ മരണപ്പെട്ട ആളുകളെ ജീവിപ്പിക്കുന്നതിനാണല്ലോ ബഅസ് എന്ന് പറയുന്നത്. അൽ-ഇഹ്യാഉ മിനല്ലാഹി തആല ലിൽ മൗതാ, മരണപ്പെട്ടവരെ അല്ലാഹു ജീവിപ്പിക്കലാണത്. വബഅസുൽ മൗതാ നസ്റുഹും ലിയൗമിൽ ബഅസി, അതാ ആ പുനരുത്ഥാന നാളിലേക്ക് വേണ്ടി എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസമാണത്. അപ്പൊ ഖബറിൽ കിടക്കുന്ന ആളുകളെ മുഴുവനും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന, ജീവൻ നൽകിക്കൊണ്ടതാ വീണ്ടും പുനരുത്ഥാനം നടക്കുന്ന ദിവസം എന്ന നിലക്ക് അന്ത്യനാളിന്റെ മറ്റൊരു പേരായി ഖുർആൻ പറഞ്ഞ പേരാണ് യൗമുൽ ബഅസ്. യൗമുൽ ബഅസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനിയതാ അഞ്ചാമത്തെ പേരായി അല്ലാഹു പറയുന്നു യൗമുൽ ഖുറൂജ്. എന്താണ് ഖുറൂജ് എന്ന് പറഞ്ഞാൽ? പുറപ്പെടുന്ന ദിവസം എന്നാണ് അതിന്റെ അർത്ഥം. പരിശുദ്ധ ഖുർആൻ തന്നെ അത് പല സ്ഥലങ്ങളിൽ പ്രയോഗിച്ച് കാണുന്നു. ഖുർആൻ പറയുന്നു ഒരു സ്ഥലത്ത് യൗമ യസ്മഊന അസ്സയ്ഹത ബിൽ ഹഖി ذلك يوم الخروج يوم يسمعون الصيحة بالحق. യഥാർത്ഥത്തിൽ അതാ ഘോരമായ ശബ്ദം അവരങ്ങ് കേൾക്കുന്ന ദിവസം. ذلك يوم الخروج, അതാണ് പുറപ്പാടിന്റെ ദിവസം, പുറപ്പെടലിന്റെ ദിവസമാണ്, പരലോകത്തേക്കുള്ള പുറപ്പാടിന്റെ ദിവസം എന്ന നിലക്ക് അന്ത്യനാളിന്റെ പേരാണ് യൗമുൽ ഖുറൂജ്. ഇതാണ് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅ കഅന്നഹും ഇലാ നുസുബിൻ യൂഫിളൂൻ. യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി, മനുഷ്യന്മാരെ അടക്കം ചെയ്യപ്പെട്ട ശവക്കല്ലറകളിൽ നിന്ന്, അതല്ലെങ്കിൽ കുഴിമാടങ്ങളിൽ നിന്ന്, അതല്ലെങ്കിൽ ഖബറുകളിൽ നിന്ന് ആളുകളതാ പുറപ്പെട്ടു വരുന്ന ദിവസമാണ് സിറാഅ. ഖബറിൽ നിന്ന് പുറത്തേക്ക് വന്ന് ആ പുറപ്പാടിനെ ഖുർആൻ പറയുന്നത് സിറാഅൻ. എല്ലാവരും വളരെ ധൃതിയിലാണ്, എല്ലാവരും വളരെ വേഗതയിലാണ് കുതിക്കുന്നത്. കഅന്നഹും ഇലാ നുസുബിൻ യൂഫിളൂൻ, എവിടെയോ ഒരു നാട്ടക്കുടി നാട്ടിവെച്ചിട്ടുണ്ടെന്നും അതിലേക്ക് ജനങ്ങളതാ ലക്ഷ്യത്തിലേക്ക് ഒഴുകുന്നത് പോലെ ആളുകളതാ ഒരൊറ്റ ലക്ഷ്യസ്ഥാനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഓടുകയാണ്, കുതിക്കുകയാണ്. ആ അർത്ഥത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് യൗമുൽ ഖുറൂജ്. നിങ്ങൾക്കൊരു വിളിയാളം കേൾക്കുമ്പോൾ ثم إذا دعاكم دعوة من الأرض إذا أنتم تخرجون, ആ വിളിയാളമങ്ങ് കേൾക്കുമ്പോഴേക്ക് പെട്ടെന്നതാ നിങ്ങൾ പുറപ്പെടുകയായി എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യരെല്ലാവരും നശിച്ചതിന്റെ ശേഷമതാ അവരുടെ ഖബറുകളിൽ നിന്ന് രണ്ടാമത്തെ ഊത്തും കേൾക്കുമ്പോൾ എഴുന്നേറ്റ് ഖബറിൽ നിന്ന് പുറപ്പെടുന്ന ദിവസം എന്ന നിലക്ക് യൗമുൽ ഖുറൂജ്, പുറപ്പെടുന്ന നാളെന്ന പേരും അന്ത്യനാളിന് കിട്ടിക്കഴിഞ്ഞു. ഇനിയതാ മറ്റൊരു നാമം ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അൽ ഖാരിഅ. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. എന്താണ് അൽ ഖാരിഅ എന്ന് പറഞ്ഞാൽ അർത്ഥം മുട്ടി അലക്കുന്ന സംഭവം എന്നാണ് അതിന്റെ വാക്കർത്ഥം. മുട്ടി അലക്കുന്ന സംഭവമാണ്. വളരെ ഊക്കോടുകൂടി മുട്ടി അലക്കുന്നത് പോലെ, അതുപോലെ തന്നെ മുട്ടി അലക്കുന്നത് മൂലമുണ്ടാകുന്ന കടുത്ത ശബ്ദം എന്നൊക്കെയാണ് അൽ ഖാരിഅ എന്നതുകൊണ്ട് വാക്കർത്ഥം. ഖിയാമത്ത് നാളില്ലതാ കാഹളം ഊതുന്നത് കൊണ്ട്, ലോകമാസകലം തട്ടിത്തകരുന്നത് കൊണ്ടും ഉണ്ടാകുന്ന ഘോരമായ ശബ്ദം കാരണത്താൽ അത് മുഖേനയുണ്ടാകുന്ന ഭീകരാവസ്ഥകളും കാരണമായി
അതാ പരിശുദ്ധ ഖുർആൻ അതിന് ആ പേര് നടത്തിയിരിക്കുകയാണ് അൽ ഖാരിഅ. അന്ന് നടക്കുന്ന ഘോരമായ കൂട്ടിമുട്ടലുകൾ, ആ ഘോരമായ കൂട്ടിമുട്ടലുകൾ മുഖേനയുണ്ടാകുന്ന കനത്ത ശബ്ദങ്ങൾ, ആ ഘോരമായ ശബ്ദങ്ങൾ, ഇതിനെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ആ ദിവസത്തിന് അൽ ഖാരിഅ, ചെവികളെ അങ്ങ് മുട്ടുന്ന, മുട്ടിയലക്കുന്ന ശബ്ദമാണ്, മുട്ടിയലക്കുന്ന സംഭവമാണ് എന്നർത്ഥത്തിനാണ് അൽ ഖാരിഅ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പേരാണ് യൗമുൽ ഫസ്ൽ. യൗമുൽ ഫസ്ലി എന്ന് പറഞ്ഞാൽ തീരുമാനത്തിന്റെ ദിവസം എന്നാണ് അർത്ഥം. അൽ ഫസ്ൽ എന്ന് പറഞ്ഞാൽ വിധിയുടെയും തീരുമാനത്തിന്റെയും ദിവസമാണ്. പരിശുദ്ധ ഖുർആൻ ദാ പറയുന്നു, ഹാദാ യൗമുൽ ഫസ്ലി ജമഅനാകും വൽ അവ്വലീൻ. ഇതാ ഇന്നത്തെ ദിവസം ഫസ്ലിന്റെ ദിവസമാണ്. ഇന്ന് യൗമുൽ ഫസ്ലാണ്. ഹദാ യൗമുൽ ഫസ്ലി ജമഅനാകും, ഓ മനുഷ്യരെ, നിങ്ങളെ നാം ഇതാ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. നിങ്ങളെ മാത്രമല്ല വൽ അവ്വലീൻ, പൂർവീകര മുഴുവനും ഒന്നൊഴിയാതെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അവരിൽ നിന്നതാ തീരുമാനം പറയുന്ന ദിവസമാണിത്. തീരുമാനം പറയുന്ന ദിവസമാണിത്. ഈ പേര് വെക്കപ്പെടാനുള്ള കാരണം മനുഷ്യന്മാർക്കിടയിൽ അതാ ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹിനെ കുറിച്ച് വരെ അവർ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞ സത്യങ്ങളെ കുറിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനും തർക്കം വലിച്ചിടുകയാണ്, എന്തിനും കുതർക്കങ്ങൾ നടത്തുകയാണ്. അതാ പകൽ വെളിച്ചം പോലെ സത്യമായി കഴിഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെപ്പോലും തമസ്കരിച്ച് അവയെക്കുറിച്ച് പോലും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിക്കൊണ്ട് സത്യത്തെ മൂടിവെക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ എല്ലാ തർക്കങ്ങൾക്കും തീരുമാനമാകുന്ന ഒരു ദിവസം വേണ്ടേ? ആ പേരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തിന് നൽകിയ മറ്റൊരു പേര്. അതാണ്, ആശയമാണ് ഖുർആൻ പറയുന്നു, ഇന്ന റബ്ബക ഹുവ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമത്തി ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. നിശ്ചയമായും നിന്റെ റബ്ബ്, ഹുവ, ആ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല, യഫ്സിലു ബൈനഹും, ജനങ്ങൾക്കിടയിൽ തീരുമാനിക്കുന്നതാണ്. യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ, അതാ ഖിയാമത്ത് നാളിൽ അള്ള ജനങ്ങൾക്കിടയിൽ തീരുമാനമെടുക്കുന്നതാണ്. ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ, ഏതൊക്കെ കാര്യങ്ങളിൽ ജനങ്ങൾ തർക്കിച്ചിരുന്നുവോ, ഏതൊക്കെ കാര്യങ്ങളിൽ ജനങ്ങൾ അഭിപ്രായ വ്യത്യാസം വെച്ച് പുലർത്തിയിരുന്നുവോ, സർവാഭിപ്രായ വ്യത്യാസവും മഹ്ശറിൽ തീരാൻ പോവുകയാണ്. അവിടെ വെച്ച് തീരുമാനം പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ്. അവിടെ ഒരാൾക്കും ഇനി സംശയം ബാക്കിയുണ്ടാവില്ല. ഒരു തർക്കത്തിനും ഇനി അവിടെ ഒരു അവസരം കാണുന്നില്ല. എല്ലാം തീരുമാനിക്കപ്പെടുന്ന ദിവസമാണ്. സത്യമേത് അസത്യമേതെന്ന് അവിടെ വെച്ച് ഇനി തർക്കം വരാനുള്ള ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് എല്ലാം വ്യക്തമായി തീരുമാനിച്ച് വേർതിരിച്ച് തീരുമാനിക്കുന്ന ദിനം എന്ന അർത്ഥത്തിലാണ് യൗമുൽ ഫസ്ൽ എന്ന് അല്ലാഹു പ്രയോഗിച്ചിട്ടുള്ളത്. അതും അന്ത്യനാളിൽ നടക്കാതിരിക്കുന്ന മഹ്ശറിലെ പ്രധാനപ്പെട്ട കാര്യം തന്നെ. ഇനി അതാ മറ്റൊരു പേരെന്താണ് ഖുർആൻ പറയുന്നത്? യൗമുദ്ദീൻ. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം യസ്ലൗനഹാ യൗമദ്ദീൻ വമാ ഹും അൻഹാ ബിഗൈബീൻ വമാ അദ്റാക മാ യൗമുദ്ദീൻ ثم ما أدراك ما يوم الدين يوم لا تملك نفس لنفس شيئا والأمر يومئذ لله. ചമ്മാടികളായ ആളുകളതാ നരകത്തിയിൽ വീഴുകയാണ്. ആ അന്ത്യനാളിൽ അവരതിൽ പ്രവേശിപ്പിക്കപ്പെടുകയാണ്. എന്നിട്ട് അല്ലാഹു ചോദിച്ചില്ലേ, എന്താണ് യൗമുദ്ദീൻ? അപ്പൊ യൗമുദ്ദീൻ യൗമുദ്ദീൻ എന്നിങ്ങനെ പ്രയോഗിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പേര് പറയാൻ എന്താണ് കാരണം? ആ ദീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭാഷയിൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അൽ ജസാഉ വൽ ഹിസാബ്, പ്രതിഫലം നൽകുന്ന ദിവസമാണ്. അതാണ് നമ്മൾ മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ എന്നർത്ഥം പറയുന്നത്. അപ്പൊ അന്ത്യനാളിൽ അതാ മനുഷ്യന്മാർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസം എന്ന നിലക്കാണ് പ്രതിഫലത്തിന്റെ നാള്, പ്രതിഫലം നൽകുന്ന നാള് എന്ന അർത്ഥത്തിൽ
അവിടെ ഈ ലോകത്ത് ശരിക്കും ആളുകൾക്ക് പ്രതിഫലങ്ങൾ കിട്ടാൻ അവസരമില്ല. നന്മകൾ ചെയ്തവർക്ക് കൃത്യമായ പ്രതിഫലത്തിന് വേദിയില്ല, തിന്മകൾ ചെയ്തവർക്ക് അതിനനുയോജ്യമായ ശിക്ഷക്കും അവസരങ്ങളില്ല. ചൂഷണങ്ങളുടെ ലോകമാണ്, പണത്തിന്റെ ലോകമാണ്, സ്വാധീനത്തിന്റെ ലോകമാണ്, പലരുടെയും പല രൂപത്തിലുള്ള കൈക്രിയകളും നടത്തപ്പെടുന്ന ലോകമാണ്. അതുകൊണ്ട് ഇവിടെ ശിക്ഷ കിട്ടേണ്ടവൻ കിട്ടപ്പെടാതെ, രക്ഷ ലഭിക്കപ്പെടേണ്ടവൻ രക്ഷ ലഭിക്കപ്പെടാതെ, ആ രൂപത്തിലുള്ള ഒരവസ്ഥ ഈ ലോകത്ത് സംഭവിക്കുന്നത് കൊണ്ട് മഹ്ശറിൽ അതിനവസരമില്ല. അവിടെ കൃത്യമായി ഫമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. ആ അർത്ഥത്തിലാണല്ലോ പറയുന്നത് യൗമുദ്ദീൻ, ഇത് പ്രതിഫലത്തിന്റെ നാളാണ്. അപ്പൊ അന്ത്യനാളിന്റെ മറ്റൊരു പേരാണ് യൗമുദ്ദീൻ. ആ പേരെന്താ വന്നത് എന്നും മനസ്സിലായി. ഇനി മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറയുന്ന പേര് അസ്സാഖ, ഖിയാമത്ത് നാളിനെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്ന മറ്റൊരു പേരാണ് അസ്സാഖ. ഫഇദാ ജാഅത്തിസ് സ്വാഖ, അസ്സാഖ വന്നെത്തിക്കഴിഞ്ഞാൽ എന്താണ് അസ്സാഖ? അതാ ഹദീസിന്റെയും അതുപോലെ തന്നെ ആയത്തിനുമൊക്കെ വിശദീകരണം നൽകുന്ന പണ്ഡിതന്മാര് പറയുന്നു, അഹ്സിബുഹു മിൻ സഖഖ ഫുലാനുൻ ഫുലാനൻ ഇദാ അസമ്മഹു. അസമ്മഹു ഒരാളുടെ ചെകിടടക്കുന്ന ശബ്ദം, കാതടപ്പിക്കുന്ന ശബ്ദം, ഉഗ്രത നിമിത്തം, അന്നുണ്ടാകുന്ന സ്ഫോടനങ്ങളുടെ ഉഗ്രത നിമിത്തം മനുഷ്യന്റെ ചെകിടൊക്കെ പൊട്ടിയിട്ട് കേൾവി നഷ്ടപ്പെടുമാറുള്ള ഭയങ്കരമായ ശബ്ദം പുറപ്പെടുന്ന ദിവസമാണ്. അത്രമാത്രം ഘോരമായ ശബ്ദത്തെ, ആ ശബ്ദത്തെ സൂചിപ്പിച്ചുകൊണ്ട് അവന്റെ കാതടപ്പിക്കുന്ന ശബ്ദമാണെന്നുണ്ടാകുന്നത്, ചെകിടടപ്പിക്കുന്ന ശബ്ദമാണെന്നുണ്ടാകുന്നത്. ആ നിലക്ക് അതാ സുമ്മിയത്ത് ബിദാലിക ലിഅന്നഹാ തസുഖുൽ അസ്മാൾ. ആ ശബ്ദം അവന്റെ കാതുകളിൽ വന്നലക്കുമ്പോൾ അതിന്റെ ഉഗ്രത നിമിത്തം അവന്റെ കാതടഞ്ഞു പോകുന്ന ചെകിടടക്കുന്ന ശബ്ദം, അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് അസ്സാഖ, അതും അന്ത്യനാളിൽ സംഭവിക്കാനുള്ളതാണ്. ഉഗ്രമായ സ്ഫോടനം, ശബ്ദം കാരണം മനുഷ്യന്റെ കാതടഞ്ഞു പോകുമാറുള്ള ശബ്ദമാണ്. നമുക്കിപ്പോ വിവരിക്കാൻ കഴിയൂല, ഉൾക്കൊള്ളാനും കഴിയൂല. അത്രത്തോളം ഭീകരമായ ശബ്ദമായിരിക്കും ഉണ്ടാവുക. ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു സ്ഫോടനം നടന്നാൽ നമുക്കത് സഹിക്കാൻ കഴിയോ? ലോകം മുഴുവൻ സ്ഫോടനം നടന്നാലോ, ആകാശഭൂമികൾ കൂടി തകർന്നാലോ, സൂര്യചന്ദ്രന്മാർ ഉതിർന്നു വീണാലോ, എവിടെയൊക്കെ എന്തെല്ലാം സംഭവിക്കുമ്പോൾ അതവിടെയല്ലേ എന്ന് സമാധാനിക്കാവുന്ന മനുഷ്യന് ഒരു സമാധാനത്തിനും അവസരമില്ലാതെ ലോകം മുഴുവൻ കിടിലം കൊള്ളുകയാണ്, ലോകം മുഴുവൻ വിറപ്പിക്കപ്പെടുകയാണ്, ലോകം മുഴുവൻ പ്രകമ്പനമാണ്. അതുകൊണ്ട് അവന്റെ കാതടപ്പിക്കുന്ന ഏറ്റവും വലിയ ഉഗ്രമായ ശബ്ദമാണ്. അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് എന്ന് സൂചിപ്പിക്കപ്പെട്ടത്. അതേപോലെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ഏറ്റവും വലിയ ഒരു സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ആ നാമം അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത്വാമത്തുൽ കുബ്ര എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും മടക്കി ജയിക്കുന്ന മഹാവിപത്ത് എന്നാണ് അർത്ഥം. വലിയ വിപത്ത്, അതിനേക്കാൾ ഇനി ഒരു വലിയ വിപത്ത് വരാനില്ല. എല്ലാവിധത്തിലുള്ള അത്യാപത്തുകളെയും മറപ്പിച്ചു കളയുമാറുള്ള മഹാവിപത്താണത്. അപ്പൊ ഇനിയൊരു വിപത്ത് അതിനേക്കാൾ അപ്പുറം വരാനില്ല, മഹാവിപത്ത്. അതാണ് ഫൈദാ ജാഅത്തി ത്വാമ്മ, ലോകത്തെ ആകമാനം ബാധിക്കുന്ന ഏറ്റവും വലിയ വിപത്തായിരിക്കും ഖിയാമത്ത് നാളിലെ വിപത്തുകൾ. അതുകൊണ്ടാണ് ആ പേരതിന് വന്നത്. ത്വമ്മ ശൈഉ എന്ന് ഭാഷയിൽ പ്രയോഗിക്കാറുണ്ട്. ഇദാ അലാ വഗലബ, ഒരു കാര്യം എല്ലായിടത്തും വ്യാപകമായാൽ, പരക്കെ സംഭവിച്ചാൽ അതിന് പ്രയോഗിക്കുന്ന പ്രയോഗമാണത്. അതുകൊണ്ട് അത്വാമത്തുൽ കുബ്ര, ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന മഹാവിപത്ത് എന്ന അർത്ഥത്തിൽ അത്വാമത്തുൽ കുബ്ര എന്ന് അന്ത്യനാളിന് പേര് വന്നിരിക്കുകയാണ്. എല്ലാം ഖുർആനിൽ വന്ന നാമങ്ങളാണ്. ഇനി ഖുർആൻ പറയുന്ന മറ്റൊരു പേരെന്താണ്? യൗമുൽ ഹസ്റ, യൗമുൽ ഹസ്റതി എന്ന് പേരുണ്ട്. അതാ ഖുർആനിൽ തന്നെ കാണാം, വഅൻദിർഹും യൗമൽ ഹസ്റതി ഇദ് ഖുദിയൽ അംറു വഹും ഫീ ഗഫ്ലത്തിൻ വഹും ലാ യുഅ്മിനൂൻ.
വഅൻദിർഹും യൗമൽ ഹസ്റതി. ഹസ്റത്ത് എന്ന് പറഞ്ഞാൽ ഖേദത്തിന്റെ ദിവസമാണ്, ദുഃഖത്തിന്റെ ദിവസം, ഖേദത്തിന്റെ ദിവസം, സങ്കടത്തിന്റെ ദിവസം എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് അങ്ങനെ പേര് വരാൻ കാരണം? അതാ മനുഷ്യന്മാര് മുഴുവനും വല്ലാത്ത ഖേദത്തിലകപ്പെടുന്ന ദിവസമാണ്, വല്ലാത്ത സങ്കടത്തിൽ അകപ്പെടുന്ന ദിവസമാണ്. കാഫിറുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള സങ്കടത്തിന്റെ കാരണം എന്താണ്? വിശ്വസിച്ചില്ലല്ലോ, വിശ്വസിക്കേണ്ടത് വിശ്വസിക്കണമായിരുന്നു, അതിന് പറ്റിയില്ലല്ലോ, ഞാനതിന് തയ്യാറായില്ലല്ലോ. അതുകൊണ്ട് അവരവിടെ വെച്ച് സങ്കടവും ദുഃഖവും പറയുന്നത് ഖുർആൻ പറയുന്നുണ്ട്. ഇദാ ജാഅതുഹുമുസ് സാഅതു ബഗ്തതൻ ഖാലൂ യാ ഹസ്റതനാ അലാ മാ ഫറത്നാ ഫീഹാ. യാ ഹസ്റതനാ, ഞങ്ങളുടെ ദുഃഖമേ, ഞങ്ങളുടെ സങ്കടമേ, അലാ മാ ഫറത്നാ ഫീഹാ, ദുനിയാവിൽ വെച്ച് ഞങ്ങൾ ചെയ്യേണ്ട രൂപത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാതെ ഞങ്ങൾ ഈമാനിൽ വീഴ്ച വരുത്തിയല്ലോ, കർമ്മങ്ങളിൽ വീഴ്ച വരുത്തിയല്ലോ എന്നും പറഞ്ഞ് സങ്കടപ്പെടുന്ന ദിവസമാണത്. ഇനിയും നോക്കൂ, ശിക്ഷ കൺമുമ്പിൽ കാണുന്ന അവസരത്തിൽ കാഫിറുകൾ സങ്കടപ്പെടുന്ന ഒരു സങ്കടത്തിന്റെ വർത്തമാനം ഖുർആൻ പറയുന്നു. അൻ തഖൂല നഫ്സുൻ യാ ഹസറതാ അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹി വഇൻ കുൻതു ലമിനസ് സാഖിരീൻ ഔ തഖൂല ലൗ അന്നല്ലാഹ ഹദാനി ലകുൻതു മിനൽ മുത്തഖീൻ ഔ തഖൂല ഹീന തറൽ അദാബ ലൗ അന്ന ലീ കറതൻ ഫാകൂന മിനൽ മുഹ്സിനീൻ. സൂറത്തു സുമറിൽ 56 മുതൽ 58 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു പറയുന്നു, അവിശ്വാസികളായ ആളുകളതാ അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങാതെ മഹ്ശറിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്, അന്ത്യനാളിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. നരകം കൺമുമ്പിൽ കാണുമ്പോൾ അവരതാ നിങ്ങൾ ഇങ്ങനെ പറയാതിരിക്കാൻ അല്ലാഹു നേരത്തെ തന്നെ നമുക്ക് അറിവ് തരികയാണ്. അവിടെ വെച്ച് എങ്ങനെ പറയാതിരിക്കാൻ? യാ ഹസറത്താ, ഞങ്ങളുടെ സങ്കടമേ, ഞങ്ങൾ വല്ലാതെ നഷ്ടപ്പെട്ടു പോയല്ലോ. അലാമാ ഫറത്തു ഫീ ജംബില്ലാഹ്, അല്ലാഹുവിന്റെ ഭാഗത്ത് ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാതെ വീഴ്ച വരുത്തിയവരാണ്. വഇൻ കുൻതു ലമിനസ് സാഖിരീൻ, ഞങ്ങൾ കളിയാക്കുന്നവരായിരുന്നു. ശരിക്ക് ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെയ്യേണ്ടത് ചെയ്തില്ല, അതിനെ പരിഹസിച്ചു, ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി, അതിനോട് ബഹുമാനം തോന്നിയില്ല, അതിനെക്കുറിച്ച് പരിഹസിച്ച് വർത്തമാനം പറഞ്ഞു. പരലോകമോ ഖബർ ശിക്ഷയോ നരകമോ സിറാത്ത് പാലമോ നന്മതിന്മകൾ തൂക്കുന്ന തുലാസോ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തിനേയും ഞങ്ങൾ പരിഹസിച്ചവരാണ്. അതുകൊണ്ട് ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയല്ലോ, ഒരു മടക്കം ദുനിയാവിലേക്കുണ്ടോ എന്നൊക്കെ വിലപിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ആ പേര് വന്നു യൗമുൽ ഹസ്റ, വിലാപത്തിന്റെ ദിവസമാണ്, സങ്കടം വിളിച്ചു പറയുന്ന ദിവസമാണ്. അതേപോലെ ഖുർആൻ വേറെയും അതിനെക്കുറിച്ച് പറയുന്നു. അതാധികാരികളായ ആളുകൾ നേതാക്കന്മാര് പറയുന്നത് അപ്പടിയങ്ങ് സ്വീകരിച്ചു. നേതാക്കന്മാര് തെറ്റു പറഞ്ഞപ്പോൾ ആ തെറ്റിന്റെ പിന്നാലെ പോയി. എന്റെ പാർട്ടി നേതാവാണെന്ന നിലക്ക്, നേതാവിന് വേണ്ടി എന്തും ചെയ്യണം എന്ന നിലക്ക് അള്ളാഹനെ ധിക്കരിച്ചുകൊണ്ട് നേതാവിന്റെ പിന്നാലെ പോയ കൂട്ടര് നാളെ മഹ്ശറിൽ വെച്ച് പറയുകയാണ്, ഇത്തരത്തിലുള്ള ഈ തമ്മാടികളായ നേതാക്കളെ പിൻപറ്റിയ ആളുകൾ അവരെ പറയും, ലൗ അന്ന ലനാ കറതൻ, ഞങ്ങൾക്കൊരു മടക്കമുണ്ടായിരുന്നുവെങ്കിൽ ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്നാ, അവർ ഞങ്ങളിൽ നിന്ന് ഒഴിവായതുപോലെ അവരിൽ നിന്ന് ഞങ്ങളും ഇന്നൊഴിവാകുമായിരുന്നു. കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം. ഇതൊക്കെ ഇൻഷാ അല്ലാഹ് അതിന്റെ സന്ദർഭങ്ങളിൽ നമുക്ക് എമ്പാടും വിവരിക്കേണ്ടുന്ന മഹാ സംഭാഷണങ്ങളാണ്, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അവിടെ വെച്ചവര് പറയുന്നു, ചുരുക്കി പറയാണ്, കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം. അതാണ് സാന്ദർഭികമായി ഉണർത്താനുള്ളത്. ഹസറാത്തിൻ അലൈഹിം, അവർക്ക് എന്തും അവിടെ സങ്കടാ തോന്നുന്നത്, ദുഃഖം, സങ്കടം, വേദന, മനോവേദന അധികരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് ആ ദിവസത്തെ സംബന്ധിച്ച് യൗമുൽ ഹസ്റതി, സങ്കടത്തിന്റെ ദിവസമാണ്. മുഅ്മിനുകൾക്കും സങ്കടം തോന്നും, കാഫിറിന് മാത്രമല്ല മുഅ്മിനിനും സങ്കടം തോന്നും. അതെന്തുകൊണ്ടാണ്? ഞാൻ എന്റെ കർമ്മങ്ങളിൽ കൂടുതൽ ചെയ്തില്ലല്ലോ,
ഒരു സുബ്ഹാനല്ലാഹയുടെ കൂലി, ഒരു അൽഹംദുലില്ലാഹയുടെ കൂലി, ഒരു അല്ലാഹു അക്ബറിന്റെ പ്രതിഫലം, ഒരു സുന്നത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലം, ഒരു സുന്നത്ത് നോമ്പിന് കിട്ടിയ പ്രതിഫലമൊക്കെ മുഅ്മിനിന്റെ റിക്കാർഡിൽ അങ്ങ് കാണുമ്പോ മുഅ്മിനായ മനുഷ്യൻ പോലും കൊതിച്ചു പോവുകയാണ്. റബ്ബേ, ഇതിനേക്കാൾ കൂടുതൽ ഞാൻ ചെയ്തിരുന്നെങ്കിൽ, ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന സങ്കടം മുഅ്മിനിന് പോലും വരുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ വളരെ പിറ്റായ നാമമാണ് യൗമുൽ ഹസ്റ. ഖേദം തോന്നുന്ന ദിവസം, സങ്കടം തോന്നുന്ന ദിവസം, അതാണ് യൗമുൽ ഹസ്റതി. അന്ത്യനാളിന്റെ മറ്റൊരു പേരായി അല്ലാഹു പരിചയപ്പെടുത്തുന്നത്. ഇനി അതാ മറ്റൊരു നാമം എന്താണ്? അൽ ഗാസിയ. ഹൽ അതാക ഹദീസുൽ ഗാസിയ. പരിശുദ്ധ ഖുർആനിൽ നമുക്കൊക്കെ സുപരിചിതമായ അധ്യായമല്ലേ അത്. അൽ ഗാസിയ എന്ന് പറഞ്ഞാൽ മൂടുന്ന സംഭവം എന്നാണ്. എല്ലാത്തിനെയും ആവരണം ചെയ്യുന്ന, എല്ലാ വസ്തുക്കളെയും ഒന്നടങ്കം ബാധിക്കുന്ന, എല്ലാത്തിനെയും മൂടിക്കളയുന്ന ഒരു സംഭവമായതുകൊണ്ടാണ് അൽ ഗാസിയ എന്ന് അല്ലാഹു തആല പ്രയോഗിച്ചത്. അതുപോലെ തന്നെ കാഫിറുകളായ ആളുകളുടെ നാനാഭാഗത്തു നിന്നും തീ പൊതിയുന്നു. ആ അർത്ഥത്തിലും ഗാസിയ എന്ന അർത്ഥം പ്രയോഗിക്കുന്നു. യൗമ യഗ്ശാഹുമുൽ അദാബു മിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം. കാഫിറുകളായ ആളുകളേതാ മുകളിൽ നിന്നും തീ പൊതിയുകയാണ്, അടിഭാഗത്തു നിന്നും തീ പൊതിയുകയാണ്. എല്ലാ ഭാഗത്തു നിന്നും തീ കൊണ്ടുള്ള മൂടിയും തീ കൊണ്ടുള്ള ആവരണവുമാണ് അവർക്ക് കിട്ടപ്പെടുന്നത്. ആ അർത്ഥത്തിലും ഈ ഗവാസ് എന്ന് ഖുർആനിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് ലഹും മിൻ ജഹന്നമ മിഹാദും വമിൻ ഫൗഖിഹിം ഗവാസ്. ധിക്കാരികളായ ആളുകൾക്ക് നരാ ജഹന്നമിൽ നിന്നുള്ള മെത്തകളുണ്ട്. അവർക്ക് കിടക്കാനുള്ള മെത്തകൾ തീ കൊണ്ടാണ്. അവർക്ക് മുകളിൽ പുതക്കാനുള്ള പുതപ്പുകളും നരകം കൊണ്ട് തന്നെയാണ്. തീ കൊണ്ടുള്ള പുതപ്പാണ്, തീ കൊണ്ടുള്ള മെത്തകളാണ്. ആകെ കൂടി തീ കൊണ്ട് ചുറ്റിപ്പൊതിയപ്പെടുന്ന, ആകെ മൂടുന്ന തീയാണ്. ആ അർത്ഥത്തിലതാ അന്നത്തെ ദിവസം നടക്കാനിരിക്കുന്ന ആ സംഭവത്തിലേക്ക് സൂചന നൽകിക്കൊണ്ടാണ് ഖുർആൻ ആ ദിവസത്തിന് അൽ ഗാസിയ, ഹൽ അതാക ഹദീസുൽ ഗാസിയ, ആകെ മൂടിക്കളയുന്ന ആ മൂടുന്ന സംഭവത്തിന്റെ വർത്തമാനം നിനക്ക് വന്നെത്തിയില്ലേ? ഖുർആൻ ചോദിക്കുന്നു. അപ്പോ അന്ത്യനാളിന്റെ പരലോകത്തിന്റെ മറ്റൊരു പേരാണ് അൽ ഗാസിയ. എന്തുകൊണ്ടത് വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്ത നാമം എന്താണ്? യൗമുൽ ഖുലൂദ്. യൗമുൽ ഖുലൂദ് ഉദ്ഖുലൂഹാ ബിസലാം ദാലിക യൗമുൽ ഖുലൂദ്. സ്വർഗത്തിലേക്ക് ആളുകളങ്ങ് പ്രവേശിക്കുന്ന അവസരത്തിൽ മലക്കുകൾ അവരോടതാ ആശീർവാദത്തിന്റെ വാക്കുകൾ പറയും. ഉദ്ഖുലൂഹാ ബിസലാം, ശാന്തിയോടെ പ്രവേശിച്ചോളൂ സ്വർഗത്തിലേക്ക്. ദാലിക യൗമുൽ ഖുലൂദ്, അത് ശാശ്വതത്തിന്റെ നാളാണ്. ശാശ്വത ജീവിതം കിട്ടുന്ന ദിവസമാണ് മഹ്ശർ, പരലോകം. അവിടെ പിന്നെ മരണമില്ലല്ലോ, ശാശ്വതമായ ജീവിതം. ഖുലൂദ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കേട്ടിട്ടില്ലേ? സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോഴും നരകത്തെക്കുറിച്ച് പറയുമ്പോഴുമൊക്കെ ഖുർആൻ പറയുന്നു, വല്ലദീന കഫറൂ വകസ്സബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. അതാ വിശ്വസിച്ചവരായ ആളുകൾ, നമ്മുടെ ആയത്തുകളെ കളവാക്കിയ ജനങ്ങൾ, അവര് നരകക്കാരാണ്. ഹും ഫീഹാ ഖാലിദൂൻ, അവരതിൽ നിത്യവാസികളായിരിക്കും. അതേ അവസരത്തിൽ മുഅ്മിനുകളോ ഫഅമ്മല്ലദീന ബിയല്ലതു വജൂഹുഹും ഫഫീ റഹ്മത്തില്ലാഹി ഹും ഫീഹാ ഖാലിദൂൻ. മുഖം നല്ല ശോഭയോടെ വെട്ടിത്തിളങ്ങുന്ന, മുഖം വെളുത്തതെടുത്ത് ഏറ്റവും നല്ല സൗന്ദര്യമുള്ള മുഅ്മിനുകളായി മാറുന്ന ദിവസം അല്ലാഹുവിന്റെ റഹ്മത്താകുന്ന സ്വർഗത്തിലാണ് അവരുള്ളത്. ആ സ്വർഗത്തിൽ അവർ ഖാലിദൂൻ, ശാശ്വതവാസികൾ തന്നെ. അപ്പൊ മുഅ്മിനാണെങ്കിൽ സ്വർഗത്തിൽ ശാശ്വതമായ ജീവിതം, കാഫിറാണെങ്കിൽ നരകത്തിൽ ശാശ്വതമായ ജീവിതം. അപ്പൊ ശാശ്വത ജീവിതം നടക്കുന്ന ലോകം
എന്ന അർത്ഥത്തിലാണ് യൗമുൽ ഖുലൂദ്. യൗമുൽ ഖുലൂദ് ശാശ്വതത്വത്തിന്റെ ദിവസമാണ്. സ്വർഗമാണെങ്കിൽ സ്വർഗം, മുഅ്മിനവിടെ ശാശ്വതനാണ്, പുറത്തു പോകണ്ട. കാഫിർ നരകത്തിയിൽ തന്നെ കാലാകാലം കഴിയണം, പുറത്തു പോകാൻ അവസരമില്ല. അതുകൊണ്ട് യൗമുൽ ഖുലൂദ് നിത്യവാസത്തിന്റെ ദിവസമാണ്. ഇനി അടുത്ത പേരെന്താണ്? യൗമുൽ ഹിസാബ്. പരലോകത്തിനുള്ള മറ്റൊരു നാമം യൗമുൽ ഹിസാബ്. എന്താണ് അങ്ങനെ പറയുന്നത്? ഹിസാബ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, വിചാരണ എന്നാണ്. അല്ലാഹു അതാ തന്റെ അടിമകളെ കൃത്യമായി തന്നെ വിചാരണ ചെയ്യുകയാണ്. ഓരോ അടിമയുടെയും പ്രവൃത്തി എന്താണ്, നീ നന്മ ചെയ്തതെവിടെ, തിന്മ ചെയ്തതെവിടെ എന്ന് അവനിലേക്ക് അങ്ങ് എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹു അവന് ചെയ്തു കൊടുത്ത നിഅമത്തുകൾ എണ്ണുകയാണ്. അതിനവൻ ചെയ്ത ശുക്റോ, അതിന് ചെയ്യാത്ത രൂപത്തിലുള്ള അവന്റെ നന്ദികേടുകളോ ഏതൊക്കെയാണ്, ചെയ്ത നന്ദി ഏതൊക്കെ, ചെയ്യാതെ നന്ദികേട് കാണിച്ചത് ഏതിലൊക്കെ എന്നിങ്ങനെ കൃത്യമായിട്ടങ്ങ് വിചാരണ നടത്തപ്പെടുമ്പോൾ റബ്ബുമായി നേരിട്ട് തന്നെ സംസാരിച്ചുകൊണ്ട്, അവന്റെയും റബ്ബിന്റെയും ഇടയ്ക്കൊരു പരിഭാഷകനില്ല, കൃത്യമായി അല്ലാഹു തന്നെ ഓരോരുത്തർക്കും അങ്ങ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. മാമിൻകും അഹദുൻ ഇല്ലാ വസയുകല്ലിമുഹുല്ലാഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല, റബ്ബവനോടങ്ങ് സംസാരിക്കും. മുഅ്മിൻ കാണാൻ അവസരം കിട്ടുമെങ്കിൽ കാഫിറിന് കാണാൻ അവസരം കിട്ടില്ലെന്നേയുള്ളൂ. പക്ഷേ എന്തായാലും അല്ലാഹു ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുന്നതാണ്. റബ്ബിന്റെയും അവന്റെയും ഇടയ്ക്ക് ഒരു തർജമാനുമില്ല, ഒരു പരിഭാഷകനുമില്ല. അങ്ങനെ കൃത്യമായി അങ്ങ് ഹിസാബ് നടത്തപ്പെടുന്ന ദിവസം എന്ന നിലക്ക് യൗമുൽ ഹിസാബ്, വിചാരണാ ദിവസം, അതാണ് മറ്റൊരു പേര് യൗമുൽ ഹിസാബ്, ഹിസാബിന്റെ നാള്. ഇനി അടുത്ത പേരെന്താണ്? അൽ വാഖിഅ. അൽ വാഖിഅ ഇദാ വഖഅത്തിൽ വാഖിഅ, ഇദാ വഖഅത്തിൽ വാഖിഅ. ഖുർആൻ പ്രയോഗിച്ചില്ലേ അൽ വാഖിഅ എന്ന് പ്രയോഗിച്ചത് ഖിയാമത്ത് നാളിനെ കുറിച്ചാണ്. ആ സംഭവം എന്നാണ് ഇതിന്റെ അർത്ഥം. വഖഅ സംഭവിച്ചു, അൽ വാഖിഅ ആ സംഭവം ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന ഏറ്റവും ഭയങ്കരമായ സംഭവം എന്ന നിലക്കും അതിന്റെ സംഭവ്യത സുനിശ്ചിതമാണ്, ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട എന്ന നിലക്കുമാണ് ആ സംഭവം എന്ന നിലക്ക് അൽ വാഖിഅ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ അത് കൃത്യമായി തന്നെ അങ്ങനെ പ്രയോഗിച്ചപ്പോൾ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അതിന് വിശദീകരണം കൊടുക്കുന്നു. സുമ്മിയത് ബിദാലിക ലിതഹഖഖി കൗനിഹാ വവുജൂദിഹാ. തീർച്ചയായും സംഭവിക്കാനിരിക്കുന്നതും ഉടനെ സംഭവിക്കാവുന്നതുമായ കാര്യം എന്ന നിലക്കാണ് അൽ വാഖിഅ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അൽ വാഖിഅ എന്ന പേരും അഞ്ചനാളിനുണ്ട്. അടുത്ത നാമം യൗമുൽ വഈദ്. യൗമുൽ വഈദ് വനുഫിഖ ഫിസ്സൂരി ദാലിക യൗമുൽ വഈദ്. സൂറത്ത് ഖാഫിൽ അല്ലാഹു തആല പറയുന്നു 20-ാമത്തെ ആയത്ത്, വനുഫിഖ ഫിസ്സൂരി, വനുഫിഖ ഫിസ്സൂരി, കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം. എന്താണ് കാഹളമെന്നും എന്താണ് ഊത്തെന്നുമൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാനുണ്ട്. ഇവിടെ അല്ലാഹു പറയുന്നു ദാലിക യൗമുൽ വഈദ്, വാഗ്ദത്തത്തിന്റെ താക്കീദിന്റെ ദിവസമാണത്. അന്നത്തെ ദിവസം ആ പേരെന്തേ വന്നത്? ലിഅന്നഹുൽ യൗം അല്ലദീ ഔഅദ ബിഹി ഇബാദഹു. അല്ലാഹു അവന്റെ അടിമകൾക്ക് താക്കീത് കൊടുത്ത ദിവസമാണത്, താക്കീത് കൊടുത്ത ദിവസമാണ്. ഇതാ സൂക്ഷിച്ചോളണം, സൂക്ഷിച്ചോളണം, എന്നെ ധിക്കരിച്ച് ജീവിച്ചാൽ ശക്തമായ പിടികൂടൽ ഞാൻ പിടികൂടും എന്ന കനത്ത താക്കീത്, എന്ന കനത്ത താക്കീതാണ് വഈദ്. ആ വഈദ് കൊടുത്ത ദിവസമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. പടച്ച റബ്ബിന്റെ ഈ നിലക്കുള്ള താക്കീതുകളെ പേടിയുള്ള മനുഷ്യന്മാർക്ക് ഖുർആൻ ഓതിക്കൊണ്ട് ഉത്ബോധനം നടത്തൂ നബിയേ. ഈ പേടിയെ മനുഷ്യരുടെ മനസ്സിലുള്ളിടത്തോളം ഖുർആൻ കേൾക്കുമ്പോൾ അവർക്കത് വല്ലാതെ പ്രയോജനപ്പെടും. അതാണല്ലോ പറയുന്നത് ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. ആ താക്കീത് നൽകപ്പെടുന്ന എല്ലാ ഗൗരവത്തിലുള്ള ശിക്ഷകളും നടക്കുന്ന ദിവസം എന്ന നിലക്കാണ് യൗമുൽ വഈദ് എന്ന് അന്ത്യനാളിനെ കുറിച്ച് അല്ലാഹു പ്രയോഗിച്ചിട്ടുള്ളത്.
ഇനി അടുത്ത നാമം എന്താണ്? യൗമുൽ ആസിഫ. യൗമുൽ ആസിഫ എന്താണ് ഖുർആനിൽ അത് പ്രയോഗിക്കുന്നത്? വഅൻദിർഹും യൗമൽ ആസിഫതി ഇദിൽ ഖുലൂബു ലദൽ ഹനാജിരി കാദിമീൻ. സൂറത്ത് മുഅ്മിനിലെ 18-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വഅൻദിർഹും, നബിയെ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കൂ, യൗമൽ ആസിഫ, യൗമുൽ ആസിഫത്തിനെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കൂ. ഇതാണ് അൽ ആസിഫത്ത് എന്ന് പറഞ്ഞാൽ. അൽ ആസിഫ എന്ന് പറഞ്ഞാൽ ആസന്നമായ സംഭവത്തിന്റെ ദിവസം, ആസന്നമായ സംഭവം, വളരെ പെട്ടെന്ന് അടുത്ത്, വളരെ അടുത്ത ഭാവിയിൽ ഉറപ്പായും വരാനിരിക്കുന്ന മഹാവിപത്തായതുകൊണ്ടാണ് അൽ ആസിഫ, ഉടനെ അടുത്ത് ആസന്നമായത് എന്ന അർത്ഥത്തിൽ യൗമുൽ ആസിഫ. യൗമുൽ ആസിഫ, നമുക്കാകെ യൗമുൽ ഖിയാമ, യൗമുൽ ആഖിറ എന്നുള്ള പേരേ അറിയുള്ളൂ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ പേരുകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. യൗമുൽ ആസിഫ, വളരെ ആസന്നമായി സംഭവിക്കാനിരിക്കുന്ന ആ സംഭവം. ഖുർആൻ പറയുന്ന മറ്റൊരു സ്ഥലത്ത് ആസിഫത്തിൽ ആസിഫ, ആസിഫത്തിൽ ആസിഫ ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ. അതാ സംഭവിക്കാനിരിക്കുന്ന ആസന്നമായ സംഭവം സംഭവിച്ചു കഴിഞ്ഞു, രക്ഷപ്പെടാനാവില്ല കേട്ടോ. ആ ദിവസം വൻദിറുഹും യൗമൽ ആസിഫതി ഇതിൽ ഖുലൂബു, ഹൃദയങ്ങളൊക്കെ ലദൽ ഹനാജിരി, തൊണ്ടക്കുഴികളുടെ അടുത്തെത്തിയിരിക്കുന്നു. ഹൃദയം ഇങ്ങനെ മേലോട്ട് തൊണ്ടക്കുഴിയിലേക്ക് കയറിയിരിക്കുന്നു. കാളിമീൻ, ശ്വാസം കിട്ടുന്നില്ല, ശ്വാസമടക്കി പിടിച്ച് നിൽക്കുകയാണ്. ഇത്രയും ഭീകരതകൾ അതിനെക്കുറിച്ച് ഖുർആനെമ്പാടും ഇനിയും വിവരിക്കുന്നുണ്ട്. ആ ഭീകരതകളൊക്കെ സംഭവിക്കുന്ന ആസന്നമായ കാര്യമാണെന്ന നിലക്ക് യൗമുൽ ആസിഫ എന്നും ഇതിന് പേര് പറയപ്പെട്ടു. ഇനി അടുത്ത പേരാണ് യൗമുൽ ജംഅ്. യൗമുൽ ജംഅ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ജംഅ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടൽ എന്നാണ് അർത്ഥം, ഒരുമിച്ച് കൂട്ടൽ എന്നാണ് അർത്ഥം. കദാലിക ഔഹൈനാ ഇലൈക ഖുർആനൻ അറബിയ്യാ ലിതുൻദിറ ഉമ്മൽ ഖുറാ വമൻ ഹൗലഹാ വതുൻദിറ യൗമൽ ജംഇ ലാ റൈബ ഫീഹി. നബിയെ, താങ്കൾക്ക് ഈ ഖുർആനിൻ, അറബിയിലുള്ള ഈ ഖുർആനിനെ നാം വഹിയായി നൽകിയിരിക്കുകയാണ്. ഉമ്മുൽ ഖുറയിലുള്ള ജനങ്ങൾക്ക് അഥവാ മക്കക്കാർക്കും വമൻ ഹൗലഹാ, അതിന്റെ പരിസരത്തുള്ള അവരല്ലാത്തവർക്കുമൊക്കെ താക്കീത് കൊടുക്കാനുള്ളതാണ് ഈ ഗ്രന്ഥം. അതുപോലെ തന്നെ വതുൻദിറ, നീ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം. യൗമൽ ജംഇ, യൗമുൽ ജംഇനെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കണം. യൗമുൽ ജംഇ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസമാണ്, സർവ്വ സൃഷ്ടികളും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസമാണ്. ലാ റൈബ ഫീഹി, അതിൽ ഒരു സംശയവുമില്ല. ഖുർആൻ മറ്റൊരു സ്ഥലത്തതാ സൂറത്ത് ഹൂദിലെ 103-ാമത്തെ ആയത്തിൽ പറയുന്നു, ദാലിക യൗമും മജ്മൂഉൻ ലഹുന്നാസ്, ആ ദിവസം സർവ്വ മനുഷ്യരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസമാണ്. ഇങ്ങനെ ഏത് സ്ഥലത്ത് പരിശോധിച്ചു നോക്കിയാലും ആ നാമങ്ങളൊക്കെ ആ ദിവസങ്ങൾ നടക്കുന്ന സംഭവങ്ങളെ സൂചിപ്പിക്കുകയാണ്. അടുത്ത പേരെന്താണ്? അൽ ഹാഖ. അൽ ഹാഖ, ഖുർആൻ പ്രയോഗിച്ച മറ്റൊരു പേരാണ് അൽ ഹാഖ. മൽ ഹാഖ വമാ അദ്റാക മൽ ഹാഖ. എന്താണ് അൽ ഹാഖ എന്ന് പറഞ്ഞാൽ അർത്ഥം? അൽ ഹാഖത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യഥാർത്ഥ സംഭവം എന്നാണ്. യഥാർത്ഥ സംഭവം ഹഖ്, ഹാഖത്ത്, യഥാർത്ഥ സംഭവം, യഥാർത്ഥമായി സംഭവിക്കുന്നതും അതുപോലെ തന്നെ വിചാരണ, പ്രതിഫലം മുതലായ കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങളായി നമ്മുടെ മുമ്പിൽ വരുന്നതുമായ ദിവസമാണല്ലോ ഖിയാമത്ത് നാള്. എല്ലാം യാഥാർത്ഥ്യമായി കൺമുമ്പിൽ തെളിയുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥം എന്നർത്ഥം വരുന്ന, യഥാർത്ഥ സംഭവം എന്നർത്ഥം വരുന്ന അൽ ഹാഖ എന്ന ദിവസത്തിന് പ്രയോഗിച്ചിരിക്കുന്നത്. ഇനി ഖുർആൻ പറഞ്ഞ മറ്റൊരു പേരെന്താണ്? യൗമുത് തലാഖ്. യൗമുത് തലാഖ്, ത്വലാഖല്ല, ത്വാ അല്ല, താ. യൗമുത് തലാഖ് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുഅ്മിനിൽ 15-ാമത്തെ ആയത്തിൽ കാണാം, റഫീഉദ് ദറജാതി ദുൽ അർശി യുൽഖിർ റൂഹ മിൻ അംരിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി ലിയുൻദിറ യൗമത് തലാഖ്. ലിയുൻദിറ, നീ താക്കീത് കൊടുക്കാൻ വേണ്ടി, ലിയുൻദിറ താക്കീത് ചെയ്യാൻ വേണ്ടിയാണ് യൗമത് തലാഖ്.
തലാഖ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ പേരെങ്ങനെയാണ് വന്നത്? ആ പേര് വന്നതും ആ ദിവസത്തിന്റെ സംഭവങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പരസ്പരം കണ്ടുമുട്ടുന്ന ദിവസമാണ്. തലാഖ് എന്ന് പറഞ്ഞാൽ പരസ്പരം കാണലാണ്. സൃഷ്ടികൾ സൃഷ്ടാവായ റബ്ബിനെ കാണുകയാണ്. സൃഷ്ടികൾ തന്നെ പരസ്പരം കാണുകയാണ്, തമ്മിൽ കണ്ടുമുട്ടുന്നു. പാപ്പ മകനെ കാണുന്നുണ്ട്, മകൻ ഉമ്മയെ കാണുന്നുണ്ട്, മാതാപിതാക്കൾ മക്കളെ കാണുന്നുണ്ട്, മക്കള് പാപ്പമാരെ ഉമ്മമാരെ കാണുന്നുണ്ട്. എല്ലാവരും പരസ്പരം കാണുന്നുണ്ട്. ആരും കാണാത്തവരില്ല, എല്ലാവരും കാണുന്നു. യുബസ്സറൂനഹും, പരസ്പരം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, പരിചയമുണ്ട്. പരിചയമില്ലാത്തവരെ പോലെ ഓടുമെങ്കിലും കാണും, അറിയും, പരിചയപ്പെടും, ഒരു സംശയവും വേണ്ട. അങ്ങനെ സർവ്വ സൃഷ്ടികളും പരസ്പരം കണ്ടുമുട്ടുന്ന ദിവസം എന്ന നിലക്ക് യൗമുത്തലാഖ്, പരസ്പരം കണ്ടുമുട്ടുന്ന ദിവസം എന്ന പേരും അന്ത്യനാളിന് കിട്ടിയിരിക്കുകയാണ്. ഖുർആൻ അതിനെപ്പറ്റി, ആ പറഞ്ഞതിനെപ്പറ്റി പണ്ഡിതന്മാരേറെ വിശദീകരിച്ചിട്ടുണ്ട്. അന്ന് ആദം അലൈഹിസ്സലാം തന്റെ അവസാന പുത്രനവരെ കാണുന്ന ദിവസമാണ്. ആദം നബിയല്ലേ ഒന്നാമത്തെ മനുഷ്യൻ. അവസാനത്തെ തന്റെ പരമ്പരയിലുള്ള, സന്താന പരമ്പരയിലുള്ള അവസാന മനുഷ്യനവരെ കാണുന്ന ദിവസമാണ്. എല്ലാവരും പരസ്പരം കാണുകയാണ്. അതേ, അക്രമി കാണുകയാണ്, അക്രമിക്കപ്പെട്ടത് ആരാണെങ്കിൽ വാലിമും മുതലുമും പരസ്പരം കാണുകയാണ്. കുടുംബങ്ങൾ തമ്മിൽ കാണുകയാണ്. ആരും പരിചയമില്ലാത്തവരില്ല. അങ്ങനെ എല്ലാവരും കണ്ടുമുട്ടുന്ന ഒരു ദിവസം എന്ന നിലയ്ക്ക് യൗമുത്തലാഖ്, അന്ത്യനാളിന് അങ്ങനെ പേര് കിട്ടി. അടുത്ത പേരെന്താണ് ഖുർആൻ പറയുന്നത്? യൗമുത്തനാദ്. യൗമുത്തനാദ്, തനാദ്, അതുപോലെ തന്നെ നൂന്, അലിഫ്, ദാല്, തനാദ്, യൗമുത്തനാദ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, വയാ ഖൗമി ഇന്നി അഖാഫു അലൈക്കും യൗമത്തനാദ്. മൂസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ചിട്ടുള്ള ഒരു മുഅ്മിനായ മനുഷ്യൻ ഫിർഔനെയും അവന്റെ ആളുകളെയും ഒക്കെ ഉപദേശിച്ചതാണ്. വയാ ഖൗമി, എന്റെ ജനങ്ങളെ, നീ അഖാഫു അലൈക്കും, ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നു, യൗമത്തനാദ്, തനാദിന്റെ ദിവസം. എന്താണ് അങ്ങനെ പേര് വരാൻ കാരണം? എന്താണ് അങ്ങനെ പേര് വരാൻ കാരണം? സുമ്മിയ ബിദാലിക ലികസ്റതി മാ യഹ്കുരു മിൻ നിദാഇൻ ഫീ ദാലികൽ യൗം. അന്ന് പരസ്പരം വിളിയാളം അധികരിക്കുന്ന ദിവസമാണ്, നിലവിളി കൂട്ടുന്ന ദിവസമാണ്, ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന ദിവസമാണ്. തനാദ്, നാദായുനാദി എന്ന് പറഞ്ഞാൽ വിളി എന്നാണ് അർത്ഥം. നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വർഗക്കാര് നരകക്കാരെ വിളിച്ചുകൊണ്ട് ചോദിക്കും, അതാ നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലേ? വനാദാ അസ്ഹാബുൽ ജന്ന അസ്ഹാബന്നാർ. സ്വർഗക്കാര് നരകക്കാരെ വിളിച്ചിട്ട് പറയും, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് വാഗ്ദാനം ചെയ്തത് ഇന്ന് കിട്ടിക്കഴിഞ്ഞു, നിങ്ങൾക്കും കിട്ടിയില്ലേ എന്ന അവരുടെ സങ്കടം ഇരട്ടിപ്പിക്കുന്ന നിലക്ക് വിശ്വാസികൾ സുഖലോലുപമായ സ്വർഗത്തിൽ കഴിയുമ്പോൾ അങ്ങോട്ട് വിളിക്കും. അതുപോലെ അവരിങ്ങോട്ട് വിളിച്ചട്ടഹസിക്കും എന്ന് ഖുർആൻ പറയുന്നില്ലേ? വനാദാ അസ്ഹാബുന്നാരി അസ്ഹാബൽ ജന്നതി അന്നഫീദു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. നരകവാസികളായ ആളുകൾ തീയിൽ വെന്തുരുകുമ്പോൾ സ്വർഗവാസികൾ ഇങ്ങനെ ശീതളപാനീയങ്ങൾ കുടിച്ച് രമിക്കുന്നത് കാണുമ്പോ നരകക്കാര് അവരെ വിളിച്ചുകൊണ്ട് കെഞ്ചുകയാണ്, വിളിക്കുകയാണ്, അന്നഫീദു അലൈനാ മിനൽ മാഇ, ഒരിച്ചു വെള്ളം ഞങ്ങളുടെ വായിലേക്ക് ഇറ്റിച്ചു തരാമോ? ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അതല്ലെങ്കിൽ അല്ലാഹ് നിങ്ങൾക്ക് നൽകിയ ഭക്ഷണത്തിൽ നിന്ന് ഒരൽപ്പം ഞങ്ങൾക്ക് തരുമോ എന്ന് വിളിച്ച് നിലവിളിക്കുന്ന ദിവസം. അന്ന് എത്ര വലിയ അടുപ്പമുള്ള ആളാണെങ്കിലും മുഅ്മിനായ മനുഷ്യൻ പറയുക എന്താണ്? ഖാലു ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. ഇവിടുത്തെ വെള്ളവും
ഇവിടുത്തെ റിസുഖുമെന്നും കാഫിറുകൾക്ക് കൊടുക്കാൻ പാടില്ലാത്തതാണ്, അല്ലാഹു അവർക്ക് നിഷിദ്ധമാക്കിയതാണ്, തരാൻ വകുപ്പില്ല എന്ന് മറുപടിയും കിട്ടും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നവരാണ്, പരസ്പരം അങ്ങുമിങ്ങും സഹായത്തിന് കെഞ്ചുന്നവരാണ്. അങ്ങനെ വിളി കൂടുന്ന ദിവസമാണ്, വിളിച്ചട്ടഹസിക്കുന്ന ദിവസമാണ്, വിളിച്ച് നിലവിളിക്കുന്ന ദിവസമാണ്, വിളിച്ച് നെട്ടോട്ടം ഓടുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് ആ വിളിയാളത്തിന്റെ ദിവസം, വിളിച്ച് കരയുന്ന നിലവിളിക്കുന്ന ദിവസം എന്ന നിലക്ക് അതാ എന്ത് പേര് വന്നു? യൗമുത്തനാദ്. ഇങ്ങുമിങ്ങും വിളിച്ചട്ടഹസിച്ച് കരയുന്ന ദിവസമാണ്. അതാണ് ആ പേര് അതിന് ലഭിക്കാൻ കാരണം. ഇനി അടുത്ത നാമം എന്താണ്? യൗമുത്തഗാബുൻ. ഖുർആൻ പ്രയോഗിച്ച അടുത്ത നാമം യൗമുത്തഗാബുൻ. ഒരു സൂറത്ത് തന്നെ ഖുർആനിലുണ്ട്, സൂറത്തുൽ തഗാബുൻ. എന്താണ് അവിടെ പറയുന്നത്? യൗമ യജ്മഉകും ലിയൗമിൽ ജംഇ ദാലിക യൗമുത് തഗാബുൻ. അല്ലാഹു അതാ യൗമുൽ ജംഇലേക്ക് നിങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം, അന്ന് ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കുന്ന ദിവസമാണ്. തഗാബുൻ എന്ന് പറഞ്ഞാൽ നഷ്ടം വരുന്നവർക്കെന്ന് നഷ്ടം വെളിപ്പെടുത്തുന്ന ദിവസമാണ്. ഇഹത്തിൽ വെച്ച് ജീവപര്യന്തം നടത്തിയ വ്യാപാരങ്ങളുടെ എല്ലാം കണക്ക് പരിശോധിച്ച് ആർക്കെല്ലാമാണ് നഷ്ടം പടഞ്ഞിരിക്കുന്നത്, ആർക്കെല്ലാമാണ് ലാഭം കിട്ടിയിരിക്കുന്നത് എന്ന് തിട്ടപ്പെടുത്തുന്ന ദിവസമാണ്. മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ കാഫിറിന് വല്ലാത്ത നഷ്ടം വരുത്തുകയാണ്. കാഫിർ സ്വർഗത്തിലേക്ക് എത്തുകയാണെങ്കിൽ കിട്ടേണ്ടിയിരുന്ന സ്ഥാനം കൂടി, അഥവാ അവൻ സൽക്കർമ്മം ചെയ്തിരുന്നുവെങ്കിൽ അവന് കിട്ടേണ്ടിയിരുന്ന സ്വർഗത്തിലെ സ്ഥാനമതാ മുഅ്മിനിന് കിട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാം കൊണ്ടും കാഫിറിന്, ഫാസിക്കിന്, ധിക്കാരികൾക്ക്, തെമ്മാടികൾക്ക്, തോന്നിവാസികൾക്ക് നഷ്ടം വെളിക്ക് വരുന്ന ദിവസമായതുകൊണ്ട് ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കിയിട്ട് ആ നഷ്ടങ്ങൾ കൃത്യമായി വെളിപ്പെടുത്തുന്ന ദിവസമായതുകൊണ്ട് യൗമുത്തഗാബുൻ. അങ്ങനെ ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കിയിട്ട് ആ നഷ്ടം വെളിപ്പെടുത്തുന്ന ദിവസം എന്ന അർത്ഥത്തിൽ യൗമുത്തഗാബുൻ എന്ന് പ്രയോഗിച്ചിരിക്കുകയാണ്. 22 നാമങ്ങൾ പ്രിയപ്പെട്ടവരെ ഞാനിപ്പോ നിങ്ങളെ കേൾപ്പിച്ചു കഴിഞ്ഞു. ഇതൊക്കെ ഖുർആൻ ആ നിലക്ക് തന്നെ പറഞ്ഞതാണ്. 22ഓളം പേരുകൾ. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ അന്ന് നടക്കാനിരിക്കുന്ന സംഭവങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ അതിലേക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും ആ അർത്ഥങ്ങൾ നൽകിക്കൊണ്ട് വേറെയും പേരുകൾ പറഞ്ഞു കാണാം. ഉദാഹരണമായിട്ട് യൗമുസ് സദ്ർ, യൗമൈദി യസ്തുറുന്നാസു അസ്താത, ജനങ്ങൾ അങ്ങനെ കൂട്ടമായി പുറപ്പെടുന്ന ദിവസം എന്നതുകൊണ്ട് യൗമുസ് സദ്ർ എന്ന് പേര് പറഞ്ഞവരുണ്ട്. അതുപോലെ ഓരോരുത്തരും പരസ്പരം തർക്കിക്കുന്ന ദിവസമാണെന്ന് യൗമ തഅ്തി കുല്ലു നഫ്സിൻ തുജാദിലു അൻ നഫ്സിഹാ. അശ്ശറിൽ വെച്ച് പരസ്പരം കുറ്റവാളികൾ പരസ്പരം അങ്ങുനിങ്ങും ആക്ഷേപിക്കുകയാണ്. അവരവർക്ക് വേണ്ടി തന്നെ തർക്കം നടത്തുകയാണ്, തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി തർക്കിച്ചു നോക്കുകയാണ്. അങ്ങനെ തർക്കിക്കുന്ന ദിവസം എന്ന നിലക്ക് യൗമുൽ ജിദാൽ എന്ന പേര് പറഞ്ഞവരുണ്ട്. പക്ഷെ അത് ഖുർആനിലില്ല. അങ്ങനെ യൗമുൽ ജിദാൽ എന്നില്ല, എന്നാൽ ശരിയുമാണ്, ആ അർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞവരുണ്ട്. അതുപോലെ യൗമുൻ അസീർ, യൗമുൻ അളീം, യൗമുൻ മഷ്ഹൂദ്, അതുപോലെ തന്നെ യൗമുൻ അഖീം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആ സംഭവങ്ങളിലേക്ക്, അസീർ എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരം, മഹാദിവസം, സാക്ഷി നിർത്തപ്പെടുന്ന ദിവസം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അതുപോലെ എല്ലാവർക്കും മടങ്ങിപ്പോകാനുള്ള ദിവസം എന്ന നിലക്ക് യൗമുൽ മആബ്, എല്ലാവരുടെ കർമ്മങ്ങളും പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം എന്ന നിലക്ക് യൗമുൽ അർള്, അതുപോലെ യൗമുൽ ഖാഫിലത്തുർ റാഫിയ, യൗമുൽ ഖിസാസ്, പ്രതികാര നടപടികളൊക്കെ എടുക്കുന്ന ദിവസമാണെന്ന നിലക്ക് യൗമുൽ ജസാ, പ്രതിഫലത്തിന്റെ ദിവസം, യൗമുൻ നഫ്ഖ, ഊത്ത് നടക്കുന്ന ദിവസം, യൗമുൽ സൽസല, പ്രകമ്പനത്തിന്റെ ദിവസം, യൗമുൽ റാജിഫ, യൗമുൻ നാഖൂർ, യൗമുൽ തഫറുഖ്, ഇങ്ങനെ കുറെ പേരുകൾ ഇതോടനുബന്ധമായി തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു കാണാം. അതുപോലെ യൗമ തുബില സറായിർ, രഹസ്യങ്ങൾ വെളിക്ക് വരുന്ന ദിവസം, ഒരാളും മറ്റൊരാൾക്കൊന്നും ഉപകരിക്കാത്ത ദിവസം, നരകത്തിയിലേക്ക് കുറ്റവാളികൾ തള്ളപ്പെടുന്ന ദിവസം, മനുഷ്യന്റെ കണ്ണുകൾ തുറിച്ചു പോകുന്ന ദിവസം, അക്രമികൾക്ക് അവരുടെ ഒരു കാരണവും സ്വീകരിക്കപ്പെടാത്ത ദിവസം, മിണ്ടാൻ അനുവദിക്കാത്ത ദിവസം, സന്താനങ്ങളോ സമ്പത്തോ ഉപകരിക്കാത്ത ദിവസം, അല്ലാഹുവിങ്കൽ നിന്ന് ഒന്നും മറച്ചുവെക്കാൻ സാധ്യമാകാത്ത ദിവസം, പടച്ച റബ്ബിന്റെ ശിക്ഷയിൽ നിന്ന് ഒരു മടക്കവുമില്ലാത്ത ദിവസം, കച്ചവടമോ അതുപോലെ തന്നെ റെക്കമെന്റോ മറ്റുള്ള ഒരു ഇടത്തട്ടുകാരുടെ ചൂഷണങ്ങളോ നടക്കാത്ത ദിവസം, ഈ പേരുകളിലൊക്കെ പണ്ഡിതന്മാര് പേര് പറഞ്ഞു കാണാം. ഓരോന്നും പ്രിയപ്പെട്ടവരെ അതിന്റെ ഏറ്റവും വലിയ സംഭവ്യതയും അതിന്റെ ഗൗരവവും അതിന്റെ ഭീകരതയും ഒക്കെ നമ്മുടെ മനസ്സുകളിലേക്ക് ഇട്ടുതരുന്ന നിലക്കാണ്.
ഈ പേരുകളൊക്കെ നമ്മുടെ മനസ്സിൽ വേണം. എന്തിന്? ഇതൊക്കെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഓതുമ്പോ ഇതൊക്കെ നമ്മുടെ ഖുർആൻ പാരായണത്തിലൂടെ നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നാമങ്ങളാണ്. ഈ ഓരോ നാമങ്ങളും എന്തുകൊണ്ട് വന്നു, എന്താണ് ആ നാമങ്ങളുടെ അർത്ഥം, എന്തുകൊണ്ട് ആ പേര് വെക്കപ്പെട്ടു എന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ വിശ്വാസത്തെ അത് ശുദ്ധീകരിക്കും, നമ്മുടെ വിശ്വാസത്തെ അത് ദൃഢീകരിക്കും. പരലോക വിശ്വാസത്തെ കുറിച്ചുള്ള നമ്മുടെ യഥാർത്ഥമായ ചിന്തക്ക് അത് കരുത്തു പകരും എന്ന് ഞാൻ നിങ്ങളുമെല്ലാം മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ധാരാളം പേരുകൾ എന്തുകൊണ്ട് ഇതിന് വന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും. ഏറ്റവും വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ തീരാത്തത്ര ഭീകരമായ മഹാത്മ്യമുള്ള വലിയ വലിയ സംഭവങ്ങൾക്കൊക്കെ ഒട്ടേറെ പേരുകൾ കാണാൻ സാധിക്കും. അതൊക്കെ അതിന്റെ വ്യാപനം, അതിന്റെ മഹത്വം, അതിന്റെ ഭീകരത ഒക്കെ നമ്മുടെ മനസ്സുകളിലേക്ക് ഇട്ടുതരുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അവയെക്കുറിച്ച് നമ്മൾ നന്നായി ഉൾക്കൊള്ളുകയും പഠിക്കുകയും ചിന്തിക്കുകയും ഇത് കേവലം ഒരു ക്ലാസ്സിൽ കേട്ട് തീർക്കാതെ, ഒരു ക്ലാസ് കേട്ട് അവസാനിപ്പിക്കാതെ ഈ ഓരോ പേരുകളും എനിക്കും എന്റെ മനസ്സിൽ ഞാൻ കരുതണം. ശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ആ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇന്നതാണ്, ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇന്നതാണ്, ഇങ്ങനെ ഒരു നാമം അന്ത്യനാളിനെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്, അത് പറയാൻ ഇന്ന കാരണമുണ്ട് എന്നൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അതല്ലെങ്കിൽ കേൾക്കുന്നവർ, ശ്രോതാക്കൾ, അവർക്കത് മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഒക്കെയുള്ള ഒരു താല്പര്യമുണ്ടാകണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു. അതിലൂടെ നമുക്ക് നമ്മുടെ ഈമാൻ ദൃഢീകരിക്കണം. ഇതൊക്കെ സംഭവിക്കാനുള്ളതാണ്. ആ സംഭവിക്കാനുള്ള ഭീകരമായ ഈ പേരുകളോട് യോജിക്കുന്ന നിലക്കുള്ള ഓരോ സംഭവങ്ങളുമാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ അടുത്ത അവസരങ്ങളിലൂടെ വിശദീകരിക്കുവാനുള്ളത്. മഹ്ശറിലേക്ക് പുറപ്പെടുന്നതും ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടുന്നതും അതിന്റെ മുമ്പായി ലോകത്തിന് സംഭവിക്കാനിരിക്കുന്ന മാറ്റങ്ങളും അവിടെ മുതൽക്കുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായ നിലക്ക് നമുക്ക് വിവരിക്കേണ്ടതുണ്ട്. റഹ്മാനുർ റഹീമായ നാഥൻ സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അസത്യത്തെ അസത്യമായി തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അവയിൽ നിന്ന് വിട്ടുനിൽക്കുവാനും പരലോക ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ, റബ്ബിനോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته. اللهم صل على محمد وعلى آل محمد.